ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് MLIS എന്നുള്ളതാണ്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 1 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു കോഴ്സാണ്. അത് മാക്സിമം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അനുവദിച്ച് തരുന്നത് 2 ഇയർ ആണ്. പഠിക്കേണ്ട മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. മറ്റ് ലാംഗ്വേജസിൽ ഇത് പഠിക്കാൻ കഴിയില്ല. സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് പഠിക്കാൻ ഇവിടെ 7 കോർ സബ്ജക്റ്റുകളും 2 ഇലക്റ്റീവ് സബ്ജക്റ്റുകളും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 9 സബ്ജക്റ്റുകളാണ് പഠിക്കാനുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി, ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതിൽ? ലൈബ്രറിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസിൽ വേണം. അതും അല്ലെങ്കിൽ അസോസിയേറ്റ്ഷിപ്പ് ഫ്രം NISC AIR ഓർ DRTC. ഇത് ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയിരുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഇതിൽ നമ്മൾ ഒരു PG ലെവലിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈബ്രറി സെഷനിലും അതുപോലെ ഡോക്യുമെൻറ്റേഷൻ സെഷനിലും ഒക്കെ ആയിട്ട് കോഴ്സുകൾ PG ലെവലിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവുന്നതാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ. അതായത് MLIS ചെയ്യാൻ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി വേണ്ടത്? ലൈബ്രറി ഓർ ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതും അല്ലെങ്കിൽ NISC AIR ഓർ DRTC, ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നും ഒരു കോഴ്സ്, അതായത് അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ലൈബ്രറി സെഷനിൽ നിങ്ങൾ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മതിയാവുന്നതാണ്. ഇതിൻ്റെ ഫീ വരുന്നത് 12,000 രൂപയാണ്. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 12,000 രൂപയാണ് ഫുൾ പ്രോഗ്രാം. അപ്പോൾ ഒരു 1 ഇയർ പ്രോഗ്രാമാണ് ഇതുള്ളത്. അപ്പോൾ ഇതിന് ഫുൾ പ്രോഗ്രാമിൻ്റെ ഫീ വരുന്നത് 12,000 രൂപ പ്ലസ് ഒരു 700 രൂപ എക്സ്ട്രാ വരുന്നതാണ്. അതിൻ്റെ പേരാണ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ അപ്ലിക്കബിൾ. അപ്പോൾ അത് നിങ്ങൾ 12,700 രൂപയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഫീ വരുന്നത്. പിന്നെ എക്സാം ഫീസ് വരുന്നുണ്ട്. ഒരു സബ്ജക്റ്റിന് 200 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 9 പേപ്പറിന് എത്രയാണ് വരുന്നത്? അത്രയും എമൗണ്ട് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ CMS കോളേജാണ് സെൻറ്ററായിട്ട് വരിക. നിങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒക്കെ ഈ സ്റ്റഡി സെൻറ്റേഴ്സ് ആയിരിക്കും. ഈ കൊച്ചിൻ എന്നിവിടെ എഴുതിയത് റീജിയണൽ സെൻറ്ററാണ്. റീജിയണൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററുകളാണ്: കൊച്ചിൻ, വടകര, അതുപോലെ ട്രിവാൻഡ്രം. അതിൽ കൊച്ചിൻ ഭാഗത്തുള്ളവർക്ക് CMS കോളേജാണ് എളുപ്പമായിട്ട് വരിക. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനോ അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകുവാനോ ഒക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് ഏതൊക്കെയുണ്ട് നോക്കാം. ഇതാ ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ ഒരു 3 കോളേജിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ട്രിവാൻഡ്രം തെക്ക് ഭാഗത്തുള്ളവർക്ക് ഈ 3 കോളേജുകളിൽ ഏതെങ്കിലും ഒന്നിലാണ് ചൂസ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ഇനി വടക്ക് ഭാഗത്തുള്ളവർക്ക് ഈ 2 കോളേജസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റഡി സെൻറ്ററിൽ പോകേണ്ടത് പറഞ്ഞുവല്ലോ. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ, നിർദ്ദേശങ്ങൾ, ഇനി എന്തെങ്കിലും ഡൗട്ട് ക്ലിയറിങ്ങിനോ എല്ലാം നിങ്ങൾ ആദ്യമായി സമീപിക്കേണ്ടത് സ്റ്റഡി സെൻറ്ററിലാണ്, ദെൻ റീജിയൻ സെൻറ്ററിലാണ്. പിന്നെയാണ് നിങ്ങൾക്ക് മെയിലിംഗ് പോലെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്ററിൽ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവിടെ തന്നെ എക്സാം എഴുതണമെന്നുള്ളത്. എക്സാം ഇവിടെ വെച്ചിട്ട് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് എക്സാം രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്നും നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ ഈ 5-6 കോളേജുകളല്ലാതെ തന്നെ കേരളത്തിലുള്ള 10, 20, 30 കോളേജുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 30 അല്ല അതിനേക്കാളിലും ഒരു 50, 60, 70 കോളേജസുകളൊക്കെ എക്സാം രജിസ്ട്രേഷൻ സമയത്ത് അവൈലബിളായി വരുന്നതാണ്. ഏകദേശം ഒരു അപ്രോക്സ് പറയുകയാണെങ്കിൽ ഒരു 50 കോളേജസിൻ്റെ ഉള്ളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള, നിങ്ങൾ റീജിയൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം രജിസ്റ്റർ ചെയ്ത് അവിടെ പോയിട്ട് എക്സാം എഴുതാവുന്നതാണ്. ഈ പറയുന്ന സ്റ്റഡി സെൻറ്ററിൽ തന്നെ എക്സാം എഴുതണം എന്നുള്ള നിർബന്ധം ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ജോലി സാധ്യതകൾ ഒന്ന് നോക്കാം. അപ്പോൾ
MLIS കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാവുന്ന ജോലി സാധ്യതകൾ എന്തെല്ലാമെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടനവധി സാധ്യതകൾ ഗവൺമെൻറ് സെക്ഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൈബ്രറിയനായിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലോ ഒക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഉണ്ട്. അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ, കോളേജ് ലൈബ്രറിയൻ, സ്കൂൾ ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ എന്ന ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഒരു അപ്രോക്സ് സാലറി ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് UGC നോംസ് പ്രകാരം BLIS പ്ലസ് MLIS ഈ 2 കോഴ്സുകളും കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ കൂടെ സെറ്റും നെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ പോസ്റ്റിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിലാണെങ്കിൽ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, യൂണിവേഴ്സിറ്റി, എഞ്ചിനീയറിംഗ് കോളേജസുകൾ, അപ്പോൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറിയൻ ഇന്ന് എല്ലാ ലൈബ്രറീസും ഡിജിറ്റലാവുന്നുണ്ട്. അപ്പോൾ ഈ ലൈബ്രറി മാനേജ്മെൻറ്റ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീപോസിറ്ററി, ഡിജിറ്റൽ ആർക്കൈവിംഗ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, അപ്പോൾ ഇത്തരം ജോലികൾക്ക് ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ, കമ്പനീസിൽ, റിസർച്ച് സെൻറ്റേഴ്സിൽ, ഹോസ്പിറ്റൽസിൽ, NGOസിൽ, മീഡിയ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഓർഗനൈസേഷന്, അതുപോലെ റെക്കോർഡ് മാനേജ്മെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ ഹാൻഡ്ലിംഗ് തുടങ്ങിയ ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ്, നോളജ് മാനേജർ, IT കമ്പനീസിൽ, റിസർച്ച് ഓർഗനൈസേഷനിൽ, കോർപ്പറേറ്റ് ഓഫീസുകളിൽ, ഇവിടങ്ങളിലൊക്കെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് റിലേറ്റഡ് പോസ്റ്റുകൾ ഉണ്ട്. അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ MLIS ഉള്ളവർക്ക് റിസർച്ച് സപ്പോർട്ട് ആൻഡ് അക്കാദമിക് പബ്ലിഷിംഗ്, റിസർച്ച് ഡാറ്റാബേസ് ഹാൻഡ്ലിംഗ്, റിസർച്ച് ഡാറ്റാബേസ് ഹാൻഡ്ലിംഗ്, സൈറ്റേഷൻ മാനേജ്മെൻറ്റ്, ജേർണൽ ഇൻഡെക്സിംഗ്, അക്കാദമിക് പബ്ലിഷിംഗ് സപ്പോർട്ട് പോലുള്ള മേഖലകളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ് സാധ്യതകൾ കേരള PSC, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി റിക്രൂട്ട്മെൻറ്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, പബ്ലിക് ലൈബ്രറീസ്, CSIR ലൈബ്രറീസ്, പാർലമെൻറ്റ് ലൈബ്രറീസ്, നാഷണൽ ലൈബ്രറീസ്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ UGC നെറ്റ് ലൈബ്രറി സയൻസ്, KSCT, DSSS, ലൈബ്രറിയൻ പോസ്റ്റ്, NTA റിക്രൂട്ട്മെൻറ്റ് എക്സാംസ്, ഇതൊക്കെയാണ് ജോലി സാധ്യതകളായിട്ട് പറയപ്പെടുന്നത്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേക ഗുണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഗ്നോയിൽ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഫോർഡബിൾ ഫീ ആണ്. ഇന്ത്യ മുഴുവൻ ഒട്ടുക്കായിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു കോഴ്സാണിത്, റെക്കഗ്നിഷൻ ഉണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC അംഗീകൃത യൂണിവേഴ്സിറ്റി ആയതിനാൽ ഇഗ്നോ ഡിഗ്രി സർക്കാർ ജോലികൾക്കും വാലിഡ് ആണ്. കേരളത്തിലുള്ള സ്കോപ്പ് നോക്കാം. സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിജിറ്റൽ ലൈബ്രറീസ്, പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ്സ്, ഇവിടങ്ങളിലൊക്കെ MLIS ഡിമാൻഡ് കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിൽ KOHA, DSpace, ഡിജിറ്റൽ കാറ്റലോഗിങ്, ഇതൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ സ്കോപ്പ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡി ആൻഡ് കരിയർ ഗ്രോത്ത്, PhD ഇൻ ലൈബ്രറി സയൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെറ്റും JRFും ചെയ്യാവുന്നതാണ്. റിസർച്ച് കരിയറിലേക്ക് പോകാവുന്നതാണ്. പ്രൊഫസറായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും ലൈബ്രറി ഓട്ടോമേഷൻ എക്സ്പേർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഈ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ജോലി സാധ്യതയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ, മെൻറ്ററിങ് തുടങ്ങിയിട്ടുള്ള
കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്തോളൂ. അതിൽ കൂടുതൽ ഇൻഫർമേഷനും അതുപോലെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. താങ്ക്